ആറന്മുള വിമാനത്താവളത്തിന്റെ ഒരു നടപടിയും തങ്ങൾ അനുവദിക്കുകയില്ലെന്ന് പദ്ധതി ഭൂമിയിലെ താമസക്കാർ. ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നുകൊണ്ടാണ് പ്രദേശവാസികളുടെ പ്രതികരണം. വിമാനത്താവളമല്ല, സമാധാനത്തോടെ ജീവിക്കാനുള്ള സാഹചര്യമാണ് തങ്ങൾക്ക് വേണ്ടതെന്നും സ്ഥലവാസികൾ ജനം ടിവിയോട് പറഞ്ഞു. ആറന്മുളയിൽ നിന്ന് ഗോകുൽ രമേശിന്റെ റിപ്പോർട്ട്. ആറന്മുളയിലാണ്, ദുരിതാശ്വാസ ക്യാമ്പിലാണ്. എന്നോടൊപ്പം ഇപ്പോൾ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ താമസിക്കുന്ന കുറച്ച് ആളുകൾ ചേരുകയാണ്. അമ്മമാരുൾപ്പെടെയുള്ള ആളുകളാണ്. അവർ ആറന്മുളയിലെ ഈ നിർദ്ദിഷ്ട വിമാനത്താവള പദ്ധതി പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാരാണ്. അതായത് ആ പദ്ധതി കൊണ്ടുവരാനിരുന്ന ആ സ്ഥലത്ത് താമസിക്കുന്ന ആൾക്കാരാണ്. അവരുടെയൊക്കെ ആ സ്ഥലങ്ങളിൽ ഇപ്പോൾ വെള്ളം കയറി അവരൊക്കെ ഇപ്പോൾ ക്യാമ്പുകളിലാണ് ദിവസങ്ങളായിട്ട് കഴിയുന്നത്. എന്തായാലും അവരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. നിങ്ങൾ ആ പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാരാണ്? ഞങ്ങൾ അവിടെ താമസിക്കുന്നവർ ഇങ്ങനെ കണ്ടം നികത്തി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിമാനത്താവളം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പം തന്നെ ഇത്രയും ബുദ്ധിമുട്ട് വന്നപ്പോൾ വിമാനത്താവളം കൂടെ വന്നാലത്തേക്ക് ഇത് ഞങ്ങളുടേത് എന്തുവാ. അതുകൊണ്ട് ഒരിക്കലും വിമാനത്താവളം വരാൻ ഞങ്ങൾ ആരും സമ്മതിക്കത്തുമില്ല, ചെയ്യാൻ സമ്മതിക്കത്തില്ല. അതുപോലെ തന്നെ ആറ് നികന്ന് കിടക്കുന്നു, ഈ ആറ്റിലെ ചെളിയും മണ്ണും എല്ലാം കൂടെ നിരന്ന് കിടക്കുന്ന കാരണം ഇത്രയും ഞങ്ങൾക്ക് നാശനഷ്ടം വരുന്ന പോലെ ഒരുമാതിരിപ്പെട്ടവർക്കാർക്കും കണ്ടത്തറമ്പിക്കാൻ ഞങ്ങൾ കിടക്കുന്നത്. ഞങ്ങളെ ഇത്രയും പേർക്ക് 10-22 വീട്ടുകാരുണ്ട്. എല്ലാവർക്കും ഭയങ്കര നാശനഷ്ടമാണ് ഞങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഉടുതുണിക്ക് മറുതുണിയില്ല. കണ്ടമാണെങ്കിലും ഈ 2018 വെള്ളപ്പൊക്കത്തോടു കൂടി ചെളിയും മണ്ണും എല്ലാം വന്നടിഞ്ഞ് അത് ഇപ്പോൾ കരഭൂമി പോലെ ആയി വരിക. അപ്പോൾ ഈ വരുന്ന വെള്ളം ഒഴുകിപ്പോകാനുള്ള താഴാനുള്ള സൗകര്യങ്ങളില്ല. കരഭൂമി പോലെ ഇപ്പം അത് കളന്ന് വരിക. അപ്പോൾ ഈ വരുന്ന വെള്ളം ഞങ്ങൾക്ക് വീടുകളിൽ താമസിക്കുന്നവർക്ക് അവിടോട്ട് വെള്ളം കയറുക. അത് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നു. എല്ലാ വർഷവും ഇങ്ങനെ വെള്ളക്കെട്ടുണ്ടാകാറുണ്ടോ? എല്ലാ വർഷവും ഉണ്ട്. നമ്മൾ എല്ലാ വർഷവും ഇത്രയും പൊങ്ങിയില്ലേലും അതിനനുസരിച്ച് പൊങ്ങുന്നതിൻ്റെ അനുസരിച്ച് നമ്മൾ ഈ സാധനങ്ങളും എല്ലാമായിട്ട് നമ്മൾ എന്തെങ്കിലും അതിനുള്ള പോംവഴി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയങ്ങളിൽ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാനോ അങ്ങോട്ട് പോകാനോ സാധനങ്ങൾ മേടിക്കാനോ ഒന്നും പറ്റത്തില്ല. നമുക്ക് ഇതുപോലെ പൊങ്ങിയില്ലേലും അതിൻ്റെ അനുസരിച്ച് വരുന്നത് കൊണ്ട് വീട്ടുകാർക്ക് പണിക്ക് പോകാനോ അല്ലാതുള്ള ജോലിക്ക് പോകാനോ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാനോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബുദ്ധിമുട്ടുള്ള സമയങ്ങളാണ് വരുന്നത്. കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷമല്ല, 2018 ഈ 26 ഇത്രയും രൂക്ഷമായിട്ട് വന്നത്. ഈ രൂക്ഷമായിട്ട് വന്നിട്ട് പോലും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പം ഇനിയും കൂടെ നമ്മൾ ഈ ആറ്റിലെ മണ്ണ് മാറ്റിയില്ലെങ്കിലും വിമാനത്താവളം കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആറന്മുള നാടേ ഇല്ല. ഇപ്പം നിങ്ങളുടെ എം.പി. MLA ഒക്കെ തന്നെയാണ് ഇതിന്റെ ചർച്ചകൾ വീണ്ടും സജീവമാക്കുന്നത്. ഇപ്പോൾ നാളെ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ വീണ്ടും ഇതുമായിട്ട് വരാനൊക്കെ എങ്ങോട്ട് പോകും? ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കത്തില്ല. കാരണം 4 സെന്റ് തലമയുള്ളതിൽ ഞങ്ങൾ 5-10 വീട്ടുകാരും പിള്ളേരെല്ലാവരും കൂടെ ഒന്നിച്ച് താമസിക്കും. ഞങ്ങൾ എങ്ങോട്ട് പോകും? വെള്ളക്കെട്ടാന്നേലും ഞങ്ങൾ എങ്ങോട്ട് പോകും? അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കത്തില്ല. അമ്പയാറിൻ്റെ കരയ്ക്കുള്ള ജീവിതം മറ്റുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അവർ ഇട്ടെറിഞ്ഞ് പോകണമെന്ന് പറഞ്ഞാൽ എങ്ങോട്ട് പോകും? പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങളെ നമ്മൾ ജനിച്ച് വീണത് മൊത്തം ഇവിടം കളഞ്ഞിട്ട് നമുക്ക് പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ഇവിടെ ജീവിച്ചവർക്കും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇത് വരുമ്പോൾ നമ്മൾക്ക് ഈ നാട്ടുകാർക്കാണേലും അല്ലാതുള്ളവർക്കാണേലും ഇവിടം കളഞ്ഞിട്ട് പോകുന്നത് അതിൻ്റേതായിട്ടുള്ള ഒരിതുണ്ട്. അപ്പം നമ്മൾ ഈ കുഞ്ഞുങ്ങളെയും വാരി അല്ലെങ്കിൽ നമ്മുടെ കാരണവന്മാരെയും വിട്ടൊക്കെ ഇവിടുന്ന് പോകണമെന്നുണ്ടെങ്കിൽ പറ്റൂല. അതുകൊണ്ട് നമ്മൾ പോകാൻ സമ്മതിക്കത്തില്ല. ഇങ്ങനെയുള്ള വിമാനത്താവളം നമുക്ക് വിമാനത്താവളം വേണ്ട. അന്നന്ന് അന്വേഷിച്ച് കഴിയുന്ന ഈ നാട്ടിലെ ഞങ്ങൾക്ക് അന്നന്ന് അന്വേഷിച്ച് കഴിയാൻ പറ്റത്തുള്ളൂ. സാധാരണക്കാരായിട്ടുള്ള അമ്മമാരുടെ പ്രതികരണങ്ങളാണ് നമ്മൾ കേട്ടത്. മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള പ്രതികരണങ്ങൾ തന്നെയാണ്. തങ്ങൾക്ക് വിമാനത്താവളമല്ല ആവശ്യം, സുരക്ഷിതമായിട്ട് താമസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും ഒരുക്കി നൽകുക എന്നുള്ളത് മാത്രമാണ് അവരുടെ അഭ്യർത്ഥന സർക്കാരിനോടും മറ്റ് ഇത്തരത്തിൽ വിമാനത്താവളത്തിന് വേണ്ടി വാദിക്കുന്ന ആൾക്കാരോടും ഒക്കെ പറയുവാനായിട്ടുള്ളത്. എന്തായാലും ഏറെ ദുരിതം നിറഞ്ഞൊരു അവസ്ഥയിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പുറത്ത് ഇത്തരത്തിൽ വീണ്ടും വിമാനത്താവള ചർച്ചകളുമായിട്ട് വരികയാണെങ്കിൽ ഒരിക്കലും സമ്മതിക്കുകയില്ല എന്നുള്ള കാര്യം തന്നെ അവർ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ആറന്മുളയിൽ നിന്നും അജയൻ നായർക്കൊപ്പം ഗോകുൽ രമേശ്, ജനം.